ഏതാണ്ട് 120 വർഷങ്ങൾക്ക് 130ഓളം വർഷങ്ങൾക്ക് പുറകിൽ. റോബർട്ട് കുക്ക് ബാംഗ്ലൂരിൽ വരികയും ഇവിടെ താമസിക്കുകയും ചെയ്തെങ്കിലും സമയമായിട്ടില്ല. തൽക്കാലം നീ തെക്കോട്ട് യാത്ര ചെയ്യാൻ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ട് അദ്ദേഹം മുളക്കഴ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെ ചർച്ച് ഓഫ് ഗോഡ് ആരംഭിച്ചത് റോബർട്ട് കുക്കാണ്, ഔദ്യോഗികമായി ആരംഭിച്ചത്. നിശ്ചയമായും ഭാരതീയരായ പലരെ ദൈവം എഴുന്നേൽപ്പിക്കുകയും അതിൻ്റെ പ്രാരംഭ പണികൾ നടക്കുകയും ചെയ്തു. ഇന്ത്യയിൽ പലയിടങ്ങളിലും പരിശുദ്ധാത്മാഭിഷേകം നടന്ന കൂട്ടത്തിൽ ഒന്നായിരുന്നു 1913 എന്നാണ് എൻ്റെ ഓർമ്മ. മുളക്കഴ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം നടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പരിശുദ്ധാത്മാഭിഷേകം നടക്കുന്നത് എൻ്റെ അറിവിൽ പൂനെയിൽ വെച്ചാണ്. താരാഭായിയുടെ ഭവനത്തിൽ വെച്ച് നടന്ന ഒരു പ്രാർത്ഥനയിലാണ് പരിശുദ്ധാത്മാഭിഷേകം ഇന്ത്യയിൽ ആദ്യമായി നടന്നത്. അതിനെ തുടർന്ന് നെല്ലൂർ, ആന്ധ്രയിലെ നെല്ലൂരിൽ ആത്മാഭിഷേകമുണ്ടായി. അതിനെ തുടർന്ന് കേരളത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് മുളക്കുഴ പരിശുദ്ധാത്മാഭിഷേകം നടന്നു. അതോടുകൂടെ തന്നെ നീലഗിരിയിൽ കുന്നൂരെന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാഭിഷേകം നടന്നു. ഇതിനകത്ത് ഗൗരവമായി വളർന്നതിൽ ഒന്നാണ് നെല്ലൂരിൽ ഇത് വളർന്നു. അതുപോലെ തന്നെ വളർന്നതിൽ ഒന്നാണ് മുളക്കഴ നടന്നതായ അഭിഷേകം. ഇന്ത്യയുടെ ചർച്ച് ഓഫ് ഗോഡ് രൂപീകരിക്കുന്നത് അവിടുന്ന്. അദ്ദേഹം റോബർട്ട് കുക്ക് അവിടെ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിക്കുകയും ആ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവരോട് ബാംഗ്ലൂർ കേന്ദ്രമാക്കി ഒരു ഉണർവുണ്ടാകും എന്ന് പറയുകയും ചെയ്തു. എന്നാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, പക്ഷേ അതിനുവേണ്ടി നോക്കി പാർക്കുക എന്ന് അദ്ദേഹം ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസിനോട് പറഞ്ഞിരുന്നു. മുന്നോട്ട് പോകട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത് 1957. അന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടു, ഒരു ഉണർവ് ഭാരതത്തിൽ നടക്കും, അതിൻ്റെ ഭാഗമാകേണ്ടതിനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ വിളിക്ക് അനുസരണമായ രീതിയിൽ വില കൊടുക്കേണ്ടതായി വന്നു, വില കൊടുക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ കരുണയാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് നിസ്സാരമെന്ന് തോന്നുന്നു. കാര്യം അന്നും എനിക്ക് നിസ്സാരമായി തന്നെ തോന്നി, പക്ഷെ അന്നത് വഹിക്കുവാൻ കഴിഞ്ഞു. ആരംഭമായി എന്നോട് ദൂത് പറയുന്നത് ആരും അറിയാത്ത ഒരു പ്രവാചകനാണ്. മർക്കോച്ചൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാലത്തിൻ്റെ പോക്കിൽ വാര്യാപുരം യോഹന്നാച്ചായൻ, അന്ന് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ, എൻ്റെ 20ാമത്തെ വയസ്സിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന് ഒരു ഉണർവുണ്ടാകും, അത് വടക്കോട്ട് യാത്ര ചെയ്യും, മറ്റും നീയും ആ ഉണർവിലുണ്ടാകും. ആ ഉണർവിന് വേണ്ടിയാണ് നിന്നെ വേണ്ടെടുത്തത്. മറക്കല്ല്. അന്ന് അദ്ദേഹം പറഞ്ഞ അടുത്ത പദം, നിൻ്റെ 1ാമത്തെ ട്രാൻസ്ഫർ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലായിരിക്കും. 2ാമത്തെ ട്രാൻസ്ഫർ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലായിരിക്കും. നീ ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വരും. അവിടെ നിന്ന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് അയക്കും. അവിടെയുള്ള വിദ്യാഭ്യാസവും അവിടെയുള്ള കണ്ടുപിടുത്തങ്ങളും നിനക്ക് തരും. ഒടുവിൽ തെക്കോട്ട് മാറ്റി. ആ തെക്കെന്ന് പറയുന്നത് ബാംഗ്ലൂറാണ് എന്ന് പിന്നത്തേതിൽ മനസ്സിലായി. ഒടുവിൽ തെക്കോട്ട് മാറ്റി വേലയിൽ നിർത്തും, ശുശ്രൂഷയിൽ നിർത്തും. അത് ഒരു ഉണർവിന് വേണ്ടിയായിരിക്കും. 1981 ഞാൻ അതിനു മുമ്പേ എനിക്ക് തോന്നുന്ന ഒരു പ്രാവശ്യം കൂടെ യോഹന്നാച്ചാനെ കണ്ടു. സംവെയർ 70കളുടെ അവസാനത്തെങ്കിലായിരിക്കും യോഹന്നാച്ചാനെ ഞാൻ അംബാലയിൽ വെച്ച് കണ്ടു. ഞങ്ങൾ തമ്മിൽ അറിയത്തില്ല. എനിക്ക് അദ്ദേഹത്തെ കണ്ടാൽ അറിയാം, അദ്ദേഹത്തിന് എന്നെ കണ്ടാൽ അറിയത്തില്ല. അംബാലയിൽ വെച്ചായിരിക്കണം. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ ലോകത്തിൻ്റെ തലസ്ഥാന നഗരി വരെ അയച്ചതും അവിടെയുള്ള കണ്ടുപിടുത്തങ്ങൾ നിനക്ക് തന്നതും നിൻ്റെ അപ്പൻ്റെ പണക്കൊഴുപ്പ് കൊണ്ടല്ല, നിൻ്റെ ബുദ്ധിവൈഭവം കൊണ്ടുമല്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതുകൊണ്ടാണ് 1981 അവസാനമായി ബാംഗ്ലൂരിലേക്ക്, തെക്കേ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫറായി. എൻ്റെ ആകെ താല്പര്യം കൊച്ചിക്ക് പോകണമെന്നായിരുന്നു. അതിനുള്ള സകല ക്രമീകരണങ്ങളും ചെയ്തെങ്കിലും ദൈവം എന്നെ കൊണ്ടുവന്നാക്കിയത് ബാംഗ്ലൂരിലാണ്. 81 മേരി ഗോവൂർ എന്നോടൊരു ദൂതെടുത്തു. 1983 ജൂൺ മാസത്തിൻ്റെ 1ാമത്തെ ഞായറാഴ്ച ഞാൻ നിന്നെ ഒരു പുതിയ സഭയിലേക്കാക്കും. അത് ഒരു ഉണർവിന് വേണ്ടിയായിരിക്കും. ആഴമായ ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ വചനമെന്ന കത്തി ഞാൻ നിന്നെ ഏൽപ്പിക്കും. ആഴത്തിൽ മുറിക്കുവാനും പഴുപ്പ് ഞെക്കിക്കഴുകി കളയുവാനും ഞാൻ നിന്നെ അധികാരപ്പെടുത്തും. എനിക്കൊന്ന് ആ ദൂതൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് കുഞ്ഞുങ്ങളുമുണ്ട്. ഞാനും ചിന്നമ്മയും കുഞ്ഞുങ്ങളും ഞങ്ങൾ 3 പേരും കൂടെയാണ് കോവൂര് പോയിരിക്കുന്നതും ആ ദൂത് കേൾക്കുന്നതും. 1983 ജൂൺ മാസത്തിൻ്റെ 1ാം ഞായറാഴ്ച തന്നെ കർത്താവിനെ ഹെബ്ബാളിലേക്ക് അയച്ചു, അല്ലെങ്കിൽ ബെഥേലേജ് ചർച്ചിലേക്ക് അയച്ചു.
ഇന്ന് വരെ കർത്താവ് നടത്തി. എല്ലാവരും കാണുന്നതും അറിയുന്നതും ലോകത്തിന് മറക്കാനൊക്കാത്തതുമായ ഒരുപാട് സംഭവങ്ങളിലൂടെ കർത്താവ് നടത്തിക്കൊണ്ടുവന്നു. അത് ഒരു ഉണർവിന് വേണ്ടിയാണ്. ആ ഉണർവിന് വേണ്ടി ദൈവം എന്നെ അയച്ചു. ഞാനിവിടെ വന്ന് അവസാനം ഒരു ദിവസം, കുറച്ച് ദിവസങ്ങൾ എന്തിനു വേണ്ടി എന്നറിയാതെ 1984 ഒന്ന് പ്രൊജക്റ്റ് ചെയ്തേക്കണേ. 1984 ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇത് ആവർത്തിക്കുക. എൻ്റെ ഈ ബാംഗ്ലൂരിലെ വരവിൽ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത് എന്നറിയുവാൻ ഒരു 14 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ദൈവം എന്നോട് ഇടപെടുന്നത്, ഞാൻ എൻ്റെ ഒരു പടം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കൊരു മനുഷ്യൻ കിടക്കുന്നത് കാണാം. അത് എൻ്റെ തന്നെ പടം, ഞാനായിട്ട് തന്നെ എടുത്തിട്ടതാണ്. എൻ്റെ പടമൊന്നുമല്ല, കിട്ടിയ ഒരെണ്ണം എടുത്തിട്ടു. ഒരു മനുഷ്യൻ കിടക്കുന്നതായി മാത്രം. ഇവിടെ വ്യക്തിത്വത്തിന് പ്രസക്തിയില്ല. പക്ഷേ ദൈവം എന്നെ ഇവിടെ അയച്ചു. ഇവിടെ വന്ന് ചില മാസങ്ങൾക്ക് ശേഷം 83 ജൂണിൽ ഇവിടെ വന്നു. 84 ഏപ്രിൽ മാസത്തിലാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആ ഡേറ്റ് കറക്റ്റ് ഓർക്കുന്നില്ല. 84 കാണുന്ന ഒരു ദർശനമാണിത്. ഞാൻ ചർച്ചിനകത്ത്, അന്ന് നമുക്കുണ്ടായിരുന്ന കൊച്ചു ചർച്ചിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. തളർന്നു. ഞാൻ അവിടെ തന്നെ കിടന്നു. ആത്മവിശുദ്ധയല്ലായിരുന്നു, ഞാൻ തന്നെ അവിടെ കിടന്നതാണ്. മയങ്ങിയിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഞാനൊരു ദർശനം കാണുകയാണ്. ആ കാണുന്നത് ഒരു പുസ്തകങ്ങൾക്കകത്തെല്ലാം ഞാനിത് കൊടുത്തിട്ടുണ്ട്, അനുഭവ സാക്ഷ്യത്തിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അന്നത്തെ സ്റ്റേജിൻ്റെ സൈഡിൽ മുകളിലായി ആ കുറിയ വശത്ത് ഞാനൊരു ബാൽക്കണി കണ്ടു. യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി ഒരു കൂട്ടം വിശുദ്ധന്മാർ, ആ കാലത്തുണ്ടായിരുന്നവർ അവിടെ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ആ ഓഡിറ്റോറിയത്തിൻ്റെ, നമ്മുടെ ഹാളിൻ്റെ അനുഭവം ആകെ മാറി. ആത്മസാന്നിധ്യത്തിൽ ഞാനുമായി. യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി അവിടെ ഇരിക്കുന്നു. അണ്ട മൂല മുതൽ നീണ്ടു കാണുന്നതായ ബാൽക്കണിയിൽ, നമുക്ക് ഇന്ന് വരെ അവിടെ ഒരു ബാൽക്കണി ഇല്ല. അത് വെറും ദർശനത്തിൽ ദൈവം കാണിച്ചത് മാത്രമാണ്. അവിടെ ഇന്ന് വരെയും ഒരു ബാൽക്കണി ഇല്ല. ആ നീണ്ട സൈഡിലായിട്ട് ആളുകൾ നിരന്നിരിക്കുന്നതും, അതിനകത്ത് ഒരു ചുമന്ന സ്ക്വയറിനകത്ത്, കഴിഞ്ഞ ആഴ്ച ഇത് കാണിച്ചത് വ്യക്തമായില്ല, അതുകൊണ്ട് ബദർ ലേവി വീട്ടിൽ വന്ന് അതൊന്നുകൂടെ എഡിറ്റ് ചെയ്ത് ഒന്ന് ക്ലീനാക്കി തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ഒന്നുകൂടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ചുമന്ന വിൻഡോ കാണിക്കുന്നുണ്ട്. ആ വിൻഡോയ്ക്കകത്ത് അന്ന് ജീവനോടിരുന്നവരും എനിക്ക് നന്നായി അറിയാവുന്നവരിലും, എനിക്ക് തോന്നുന്നു അതിൽ ഒരാൾ എപ്പോഴും ജീവനോടുണ്ടെന്ന് തോന്നുന്നു, ആയ കുറച്ച് ഭക്തന്മാർ ഇരിക്കുന്ന കാഴ്ച ദൈവം എന്നെ കാണിച്ചു. എന്നെ സ്നാനപ്പെടുത്തിയ IPCയിലുണ്ടായിരുന്ന പാസ്റ്റർ PM ഫിലിപ്പ്, ഒരു ജോർജ് ചായൻ, അത്രയും മാത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ജോർജ് ചായൻ, PC എബ്രഹാം പാസ്റ്റർ, മേരി കോവൂര്, കുരുവിള കോവൂര് എന്നിവർ ഇരിക്കുന്നതും കാണിച്ചു. ഞാൻ ആ സമയത്ത് കാണുന്നത് എല്ലാവരും ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ അതിനടുത്ത് നിൽക്കുന്നു. എനിക്ക് ശേഷമുള്ള മുഴുവൻ ആളുകളും നന്നായി വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഞാനൊരു ബന്യം മാത്രം ഇട്ടുകൊണ്ട് ഞാനവിടെ നിൽക്കുന്ന കാഴ്ച ഞാൻ തന്നെ കാണുക. ബാക്കി എല്ലാവരും വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. എൻ്റെ നേരെ അടുത്ത് കാണുന്നത് അന്ന് ഈ ചർച്ചിലുണ്ടായിരുന്ന സെക്രട്ടറിയാണ്. അതിനിപ്പുറത്തോട്ട് ചർച്ചിലുണ്ടായിരുന്ന മെമ്പേഴ്സിനെ കണ്ടു. അതിൻ്റെ അറ്റത്ത് കുറിയ വശത്ത് രണ്ടാമത്തെ സൈഡിലോട്ട് മാറുമ്പോൾ ഒരു കോവേണി ആ ബാൽക്കണിയിൽ നിന്ന് തറയിലേക്ക് വെച്ചിട്ടുണ്ട്. ആ കോവേണിയിൽ നിറച്ചും നമ്മുടെ ചെറുപ്പക്കാരും, നമ്മുടെ ചർച്ചിൽ അന്നുള്ളവർ പോലും അല്ല, കുറേ ചെറുപ്പക്കാരും ഒക്കെ കാണാം. അതിൻ്റെ ഏറ്റവും ഒടുവിലായി ഒരു കൊച്ചു കുഞ്ഞ് കമന്ന് കിടന്ന് തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച കാണാം. ഈ ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണത്. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഇവിടുത്തെ മെമ്പേഴ്സായിരുന്നു. ആ കുഞ്ഞ് കിടക്കുന്നത് കാണാം. അതിന് ഏറെക്കുറെ 4 മാസം പ്രായമുണ്ട്. എനിക്ക് ഒരു ബനിയൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പാൻറ്റും ബനിയനും ഉണ്ട്. ഒരു ഉടുപ്പ് എനിക്കിടേണ്ടതുണ്ട്. എൻ്റെ മുമ്പിലായി തനി വെള്ള നിറത്തിൽ, അത് ഞങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, ഒരു തനി വെള്ള നിറത്തിൽ ഒരു ഉടുപ്പ് ഒരു ഹാങ്ങറിൽ തൂക്കിയിട്ട് അതെനിക്കുള്ളതാണ് എന്നെനിക്കറിയാം. എനിക്ക് ഉടുപ്പെടുത്തിടണമെന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഈ ഉടുപ്പിടാതെ ഇരിക്കുന്നതിനകത്ത് എനിക്ക് ലജ്ജയും തോന്നുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു ദൈവദൂതൻ്റെ പ്രത്യക്ഷത ഞാൻ കാണുന്നത്. ആ ഓഡിറ്റോറിയത്തിൻ്റെ മധ്യഭാഗത്ത് മുകളിലായി ഒരു ദൈവദൂതൻ വന്നു നിന്നുകൊണ്ട് ഒരു വിരൽ ആ PM ഫിലിപ്പ് മുതലായി അന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന ചുമന്ന വിൻഡോയ്ക്ക് അകത്തിരിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ തലമുറയിൽ നിന്ന് വാങ്ങുക. ആ കൊച്ചു കുഞ്ഞ് തറയിൽ കിടക്കുന്ന കാഴ്ച കണ്ടു. ആ കുഞ്ഞിൻ്റെ നേരെ ചൂണ്ടി, ഈ തലമുറയിലേക്ക് കൈമാറ്റം നടത്തുവാൻ, ഒരു കൈമാറ്റത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ നിന്നെ ഇവിടെ ആക്കുന്നു. അതിനെ തുടർന്നാണ് സിസ്റ്റർ മേരി കോവൂര് വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നത്. മുറിക്കേണ്ടിടം മുറിച്ച് പഴുപ്പ് ഞെക്കിക്കളഞ്ഞ്
എടുക്കേണ്ടതുപോലെ ആക്കുവാൻ ഞാൻ നിന്നെ വചനം ഏൽപ്പിക്കുകയാണ്, അധികാരപ്പെടുത്തുകയാണ് എന്നിത്യാദി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തു പറഞ്ഞു. അന്ന് സിസ്റ്റർ കോവൂര് പറഞ്ഞ ഒരു ദൂതൻ്റെ വേറൊരു ഭാഗം കൂടെ ഞാൻ എടുത്തു പറയാം. എന്നാൽ എഫേസ്യ ലേഖനം 3 കഴിഞ്ഞ ആഴ്ച നമ്മൾ തൊട്ടതാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ ഇപ്പോൾ എനിക്ക് നൽകിയിരിക്കുന്നു. എൻ്റെ ജനനത്തിങ്കിൽ ഇല്ലാത്ത ഒരു വിശ്വാസത്തിൻ്റെ വർധനവിലേക്ക് കർത്താവ് എന്നെ നയിച്ചു. ഇതിനകത്തിരിക്കുന്ന മിക്കവാറും പേരുടെയും അനുഭവം ഇത് തന്നെയാണ്. നമുക്കില്ലാതിരുന്ന ഒരു വിശ്വാസത്തിൻ്റെ അളവിലേക്ക് ദൈവം നമ്മെ നയിച്ചു. പക്ഷെ തൻ്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തേണ്ടത് എപ്പോൾ എന്ന് ദൈവത്തിനൊരു സമയമുണ്ട്. 1984 അത് അടിയൻ്റെ ജീവിതത്തിൽ നടന്നെങ്കിൽ ഇന്നിതിനകത്തിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അത് വീണ്ടും സംഭവിക്കട്ടെ, സംഭവിച്ചിട്ടില്ലാത്തവർക്ക്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 8 വാക്യങ്ങളിൽ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്യണമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോൾ എല്ലാം ചെയ്യണമെന്ന് എണ്ണുന്നു. പലതും ചെയ്യണമെന്ന് എണ്ണുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇവിടം വരെ നടത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ മേരി കോവൂർ അന്നെടുത്ത ദൂതൻ്റെ വേറൊരു ഭാഗമാണിത്. വാതിലുകൾ തുറന്നിട്ടുകൊള്ളുക, ഞാൻ ജനത്തെ ഇളക്കി ഓടിച്ച് നിൻ്റെ അടുക്കൽ കൊണ്ടുവരും. ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നവരെ നീ ശുശ്രൂഷിക്കാതെ വിട്ടാൽ ഞാൻ നിന്നോട് കണക്ക് തീർക്കും. ആയിരങ്ങളെ ശുശ്രൂഷിച്ചു, കൃപയാൽ ആയിരങ്ങളെ ശുശ്രൂഷിച്ചു. ആയിരങ്ങളെ ഇന്നും ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. അനേകർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു. ഏറ്റെടുക്കാതെ പോയവരും ധാരാളമുണ്ട്. ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 26:18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യദേശത്തെങ്ങുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി ചെയ്യണം എന്ന് പ്രസംഗിച്ചു വരുന്നു. ഇവിടെ ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ. വിശുദ്ധ പൗലോസ് പറഞ്ഞു, അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുത്ത നാളിൽ മാനസാന്തരപ്പെടണമെന്നും ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നും പറഞ്ഞു. അതിൻ്റെ വിശദീകരണം മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി ചെയ്യണം. നമ്മുടെ മാനസാന്തരം തിരിച്ചറിയുന്നത് നമ്മുടെ പ്രവൃത്തിയിലാണ്. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് തിരിച്ചറിയുന്നത് നമ്മുടെ പ്രവൃത്തിയിലാണ്. അതിലേക്കൊന്ന് വരുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ഒരളവിൽ ദൈവവചനത്തിൻ്റെ ആഴമായ ശുശ്രൂഷ എന്ന് പറയുന്നതും ഒരു കത്തി കൊണ്ട് ഒരു ഡോക്ടർ മുറിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ആഴ്ചകൾക്ക് മുൻപെയാണ് പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടത്. ഒരു സർജറി നടത്തുന്ന ഡോക്ടർ ചെയ്യുന്ന മൈക്രോ പ്രിസിഷനിൽ ചിലതിനെ മുറിക്കുവാനും ചില അനുഭവങ്ങൾ പറയുവാനും ഞെക്കിക്കഴുകുവാനും കർത്താവ് ഇടയാക്കണം. അതിന് കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ആവശ്യമില്ലാത്ത പലരോടും വഴക്കിട്ടിട്ടുണ്ട്. എനിക്ക് ഒരൊറ്റ ആളിനോട് പോലും വൈരാഗ്യമില്ല. ഞാൻ എന്തിനു വിരോധിക്കണം? ആവശ്യമില്ലാത്ത പലരോടും ഞാൻ വഴക്കിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിലല്ല, ശുശ്രൂഷകന്മാർ എന്ന പേരിൽ, ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നവരാണെന്ന പേരിൽ ഒരുപാട് വലിയ അലങ്കാരത്തോടും വലിയ അഹങ്കാര ഭാവത്തോടും കൂടെ വരുന്നവരോട് പലരോടും നിങ്ങൾ സുവിശേഷ വേലക്കാരാകണമെങ്കിൽ നിങ്ങൾക്കൊരു വ്യത്യാസം വരണം എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. പലതിൻ്റെയും അകത്ത് എന്നോട് വിരോധമേ ഉള്ളൂ, അവർ നന്നാകത്തില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്കിലും ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? നിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതിനെ നീ ശുശ്രൂഷിക്കാതെ വിട്ടാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരാറുണ്ട്. അന്നും ഇന്നും വരുന്നതിനായി സ്തോത്രം. വരുന്നവരോടൊക്കെയും എന്നെ ഏൽപ്പിച്ച കൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഇന്നുവരെ എനിക്ക് കൃപ തന്നു. ഈ ചർച്ചിലുള്ള പലരോടും ജീവിതത്തിൻ്റെ വിശുദ്ധീകരണവും നടപ്പും പ്രമാണവും എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത രീതിയാണ്.
പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, കഴിയുമെങ്കിൽ ദമസ്കോസിലുള്ള ശിഷ്യാത ഒന്ന് വിട്ടുമാറുവാൻ. ദൈവജനം നടക്കുന്ന മര്യാദയ്ക്കാണ് പിശാചിന് വൈരാഗ്യമുള്ളത്. നമ്മുടെ സംസ്കാരം, ഞാൻ കേരള സംസ്കാരം ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇല്ല, ഞാൻ കേരള സംസ്കാരത്തിലല്ല നിൽക്കുന്നത്. കേരള സംസ്കാരം മുണ്ടുടുത്തുകൊണ്ട് നിൽക്കുക. ഞാനിവിടെ നിൽക്കുന്നത് പാൻറ്റും ഷർട്ടും ഇട്ട. ആരോടും ഞാൻ കേരള സംസ്കാരം ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ക്രിസ്തീയ സംസ്കാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം ക്രിസ്ത്യാനിത്വത്തിന് അതിൻ്റേതായ സംസ്കാരമുണ്ട്. കാര്യം ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഇതൊരു പ്രാക്ടിക്കൽ വേ ആണ്, ഇതൊരു പ്രാക്ടിക്കൽ ലൈഫാണ്. അതിനകത്ത് ദൈവവചനത്തിലുള്ള സൂചനകളും പരിശുദ്ധാത്മാവ് തരുന്ന ദർശനങ്ങളും, തിരിച്ചു പറയാം, ദൈവവചനത്തിലുള്ള അടിസ്ഥാനങ്ങളും പരിശുദ്ധാത്മാവ് തരുന്ന സൂചനകളും അനുസരിച്ച് പോകുവാൻ ഇന്ന് വരെ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ നമുക്ക് പോകണം. ആകയാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്ന് ഞാൻ ആളുകളോട് പറയാറുണ്ട്. ഇതുവരെ എന്നെ നടത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് വാഴ്ത്തുന്നു. തുടർന്ന് ഇവിടം വരെ നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. അതുകൊണ്ട് ഇന്ന് അടുത്ത പടിയിലേക്ക് മാറുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് അടുത്ത ഒരു പ്രയോഗമുണ്ട്. അത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാളാണ്. ഞാൻ ഇതുവരെ തൊട്ടത് അവനവനെ സർജറി ചെയ്യുന്ന, നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനോടും സമമാണ്. അതുപയോഗിച്ച് മറ്റൊരുത്തനെ നമ്മൾ വിധിക്കുമ്പോൾ അത് നമ്മെ തന്നെ വിധിക്കുന്നതാണ്. എൻ്റെ കണ്ണിൽ കോലിരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കരടെടുക്കുവാൻ എനിക്ക് റൈറ്റില്ല. അതുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുന്നമേ, അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നതിന് മുന്നമേ ഞാൻ തന്നെ ദൈവസന്നിധിയിൽ നേരെയാകണം, നാം തന്നെ ദൈവസന്നിധിയിൽ നേരെയാകണം എന്നിത്യാദികൾ പറഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിലുള്ള സകല വാഗ്ദത്തങ്ങളും യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കേണ്ടതാണ്. അബ്രഹാം അബ്രഹാമിൻ്റെ വാഗ്ദത്തത്തെ അബ്രഹാം നെടുകയും കുറുകയും നടന്നാണ് പിടിച്ചെടുത്തത്. ദൈവം അബ്രഹാമിനോടൊരു വാഗ്ദത്തം പറഞ്ഞു, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ നിനക്ക് തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീ കിടന്നുറങ്ങുമ്പോൾ പോക്കറ്റിൽ ഇട്ട് തരുമെന്നല്ല. ഇതിനോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ചേർത്ത് പറയാം. എനിക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ ദൈവം തരുന്നതെല്ലാം പ്രവർത്തിച്ചെടുക്കേണ്ടതാണ്. ഞാൻ ഉദാഹരണമായി പറഞ്ഞത് പല പ്രാവശ്യം പറഞ്ഞതാണ്. ഒരിക്കലൊരു മുനിസിപ്പാലിറ്റി അതിനകത്തുള്ള പ്രധാനപ്പെട്ട പലർക്കും, അല്ലെങ്കിൽ എക്സെപ്ഷണലായി കഴിവുള്ള പലർക്കും സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു ഒരു പാട്ടിൻ്റെ കോമ്പറ്റീഷൻ വെച്ചു, നന്നായി പാടിയവർക്ക് കൊടുത്തു. ഡ്രാമയുടെ കോമ്പറ്റീഷൻ വെച്ചു, നന്നായി അഭിനയിച്ചവർക്ക് കൊടുത്തു. അങ്ങനെ ഒരുപാട് കഴിവുള്ള ഒത്തിരി പേർക്ക് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ പറഞ്ഞു, നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ മടിയന്മാരായ പുള്ളികളുണ്ട്, അതുകൊണ്ട് ഏറ്റവും മടിയനായവനൊരു സമ്മാനം കൊടുക്കണം. വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നവന് സമ്മാനം കൊടുത്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടായാലും ഏറ്റവും മടിയനായ മനുഷ്യനൊരു സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പം മടിയന്മാരെ തപ്പി എവിടെ പോവുക? അവർ പരസ്യം ചെയ്തു ഇവിടെ ഉള്ളതിലേക്ക് ഏറ്റവും മടിയന്മാർ വരണമെന്ന്. പക്ഷെ ഒരു മടിയനും വന്നില്ല, മിടുക്കന്മാരാ പോയത്. അവന്മാർക്കാർക്കും കൊടുത്തില്ല. അവസാനം മുനിസിപ്പാലിറ്റിക്കാർ തപ്പി ഇറങ്ങി. ഒരു ദിവസം ചെന്നപ്പോൾ രാവിലെ ഒരു 11 മണി കഴിഞ്ഞപ്പോഴും ഒരുത്തൻ ഒരു പറമ്പിൽ കിടന്ന് ഉറങ്ങുക. ഒരു കൊച്ചു ഗാർഡനകത്ത് ഇവൻ കിടന്ന് ഉറങ്ങുക. അവൻ ഇന്നലെ വൈകിട്ട് കിടന്നതാണ്, രാവിലെ 11 എഴുന്നേറ്റിട്ടില്ല. വെയിലടിക്കുമ്പോൾ ചുരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നുണ്ട്, അവൻ എഴുന്നേൽക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയിൽ അവൻ റിപ്പോർട്ട് ചെയ്തു, സാക്ഷാൽ മടിയനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇന്ന ഇടത്ത് കിടന്നുറങ്ങുന്നുണ്ട്, 11 എഴുന്നേറ്റില്ല. നമ്മുടെ പിള്ളേരൊക്കെ മടിയനാന്നേലും അല്ലേലും 11 എഴുന്നേൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെയായും സ്തോത്രം. അവർ വീട്ടിലായിരിക്കും കിടക്കുന്നത്, അല്ലേ, പാർക്കിലായിരിക്കില്ല. മഹാമടിയനായതുകൊണ്ട് അവന് പാർക്കിൽ കിടന്നുറങ്ങി. അവസാനം മുനിസിപ്പാലിറ്റിക്കാർ പലരും അന്വേഷിച്ചിട്ട് ഇവനേക്കാൾ മടിയനെ കാണാനില്ലാത്തത് കൊണ്ട് ഇവന് തന്നെ സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു നല്ല എമൗണ്ടാണ്. ഒരു ദിവസം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെ ഇവൻ്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, സ്നേഹിത എഴുന്നേരെ, നിനക്കൊരു സമ്മാനം തരാൻ തീരുമാനിച്ചിട്ടുണ്ട്, നീ ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത്, അങ്ങനെ സമ്മാനം തരാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ, ഇവൻ മലന്ന് കിടക്കുകയാണേ, റോൾ മീ അറൗണ്ട്, എന്നെ ഒന്ന് ഉരുട്ടി എൻ്റെ പുറകിലത്തെ പോക്കറ്റിലോട്ട് ഇട്ടേക്കാൻ. നിങ്ങൾ ഏതായാലും സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചല്ലേ മടിയന്, എനിക്കിപ്പോൾ എഴുന്നേക്കാൻ കഴിയില്ല, എന്നെ ഒന്ന് ഉരുട്ടി കമത്തിക്കിടത്തി എൻ്റെ പുറകിലത്തെ പോക്കറ്റിലോട്ട് ഇട്ടേക്കാൻ. ദൈവം ഒരിക്കലും മടിയന് സമ്മാനം കൊടുക്കുന്നവനല്ല. മടിയൻ്റെ ജീവിതത്തിൽ ലഭിച്ചതൊക്കെയും നഷ്ടമാകും, ലഭിച്ച വാഗ്ദത്തങ്ങൾ നഷ്ടമാകും. നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുവാൻ, ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഓടുവാൻ, സകല വാഗ്ദത്തങ്ങളും യുദ്ധം ചെയ്ത് പിടിക്കേണ്ടതാണ്. അബ്രഹാം അത് പ്രാപിക്കേണ്ടതിന് ദേശത്ത് നെടുകയും കുറുകയും നടക്കേണ്ടതായി വന്നു. അബ്രഹാമിനെ കൊണ്ട് ഒരാളിനെ കൊണ്ട് തീർന്നില്ല, തൻ്റെ അനന്തര തലമുറകൾ നടക്കേണ്ടതായി വന്നു. അനന്തര തലമുറകൾ യുദ്ധം ചെയ്യേണ്ടതായി വന്നു. നടന്ന അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു.
അത് നെടുകയും കുറുകയും നടന്ന് വാഗ്ദത്തം ചെയ്തവനെ പ്രസാദിപ്പിച്ച് സ്വന്തമാക്കി. മോശ അത് അത്ഭുതങ്ങൾ കാട്ടി. യോശുവ യുദ്ധം ചെയ്തു, അത് പിടിച്ചെടുത്തു. യേശു ക്രൂശിൽ മരിച്ച് വീണ്ടെടുക്കണം എന്നത് താൻ നിർവഹിച്ചു. നാം യേശുവിനെ അനുഗമിച്ചു. വിശ്വാസത്താൽ ആത്മയുദ്ധത്താൽ വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കണം, നിങ്ങൾ എൻ്റെ പാതയെ പിന്തുടരണം. ഒരു വാഗ്ദത്തം നിങ്ങളുടെ മുമ്പിൽ തരികയാണ്. നമ്മളൊരു വാഗ്ദത്തത്തിൻ്റെ സന്തതിയാണ്. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം നിവർത്തിക്കുവാൻ അബ്രഹാമിനെ കൊണ്ട് മാത്രം കഴിഞ്ഞില്ല. ഇന്നു വരെയുള്ള തലമുറകൾ ഒരുപോലെ പോരാടി. ഒരുപാട് തലമുറകൾ അവരുടെ അവസരങ്ങൾ നഷ്ടമാക്കിയതിനാൽ സമയം വെറുതെ പോയി. എങ്കിലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ വാഗ്ദത്തങ്ങൾ മാറിയില്ല. ഇന്നൊരളവിൽ അവർ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നാം സമയം നഷ്ടപ്പെടുത്താതെ വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കുവാൻ ദൈവകരങ്ങളിൽ വന്നാൽ നന്നായിരിക്കും. 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസികമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. തിരുവചനം എന്തിനൊക്കെയാണ് പ്രയോജനപ്പെടുത്താവുന്നത്? ശത്രുവിനോട് പോരാടുവാൻ ഇതൊരു വാളാണ്. അതേസമയം നമ്മെ ശുദ്ധീകരിക്കുവാനും ഇതൊരു ഉപകരണമാണ്. ഏതെല്ലാം ഏരിയകളിലായിരിക്കും നമുക്ക് ശുദ്ധീകരണം നടക്കുന്നത്? എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസികമാണ്. ദൈവിക നിശ്വാസ്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതാണ്. തിരുവെഴുത്തിൻ്റെ പ്രത്യേകത അത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നതാണ്. മോശയുടെ കാലത്ത് അത് തൃക്കരങ്ങളാൽ എഴുതി കൊടുത്തെങ്കിലും വചനം വായിൽ നിന്ന് വന്നതാണ്. പൗലോസിൻ്റെ കാലത്ത് ദർശനങ്ങളിൽ കാണിച്ചെങ്കിലും അത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നതാണ്. യെരമ്യാവിനെ കാണിച്ചു കൊടുത്ത വെളിപ്പാടുകളും യെശയ്യാവിൻ്റെ ഹൃദയത്തിൽ കൊടുത്തതും എല്ലാം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനമാണ്. വ്യത്യസ്ത രൂപങ്ങളിൽ അത് വെളിപ്പെട്ടുവെന്ന് മാത്രം. യെശയ്യാവിൻ്റെ കാലത്തും യെരമ്യാവിൻ്റെ കാലത്തും യോവേലിൻ്റെ കാലത്തും ആമോസിൻ്റെ കാലത്തും ആ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെ മനുഷ്യന് വിളങ്ങുമാറ് മനുഷ്യന് കാണിച്ചു കൊടുത്തത് പ്രവാചകന്മാരുടെ വായിലൂടെയായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലനെ സ്വർഗത്തിലേക്ക് എടുത്ത ശേഷം പറഞ്ഞു, ഞാൻ നിന്നെ എഴുതി കാണിക്കാം. ഈ വചനം സകല തിരുവെഴുത്തും ദൈവനിശ്വാസികമാണ്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിൻ്റെ ശബ്ദം ഡയറക്റ്റ് കേൾക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട് ഒന്നിലധികം പ്രാവശ്യം. എൻ്റെ ചെറുപ്പം മുതൽ വിളിച്ച് തൻ്റെ നാമം മഹത്വീകരിക്കേണ്ടതിന് വേണ്ടി പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുന്ന ദിവസത്തിന് വേണ്ടി കർത്താവ് സൂക്ഷിച്ച കൂട്ടത്തിൽ പലപ്പോഴും ദൈവശബ്ദം, പലപ്പോഴും എന്ന് പറയാൻ ഒക്കത്തില്ല, ചുരുക്കം സമയങ്ങളിൽ ദൈവശബ്ദം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ആദ്യമായി എന്നെ എൻ്റെ പേര് ചൊല്ലി വിളിച്ച് എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേൽപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ദിവസം എനിക്ക് മറക്കാൻ എളുപ്പമല്ല. ഇന്നും ആ ശബ്ദം എൻ്റെ ചെവിക്കകത്ത് അലതല്ലുന്നുണ്ട്. കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എനിക്കറിയാവുന്ന ഭാഷയിൽ 18 ഹാർമോണിക്സിൽ ഒരുപോലെ മുഴങ്ങുന്ന ഒരു ശബ്ദമാണ്. ഇമ്പശബ്ദമാണ്, ശക്തിയുള്ള ശബ്ദമാണ്, അകത്തിൻ്റെ അകം വരെ കയറുന്ന ശബ്ദമാണ്, അതിന് മുഴക്കമുള്ള ശബ്ദമാണ്. ഇങ്ങനെ പറയാനൊക്കത്തുള്ളൂ. എനിക്കറിയാവുന്ന ഭാഷയിൽ 18 ഹാർമോണിക്സ് അറ്റ് എ ടൈം വന്നുകൊണ്ട് മുഴങ്ങുന്ന ഗൗരവമേറിയ ശബ്ദമായി ആ ശബ്ദം എനിക്ക് ഓർമ്മയുണ്ട്. ശക്തിയേറിയ ചില പ്രതിസന്ധികളെ ഞാൻ നേരിടുവാൻ പോകുന്നതിൻ്റെ മുൻപിൽ നാന്ദിയായി പറഞ്ഞതാണ്. അത് ഒരു വെളുപ്പിന് 4 മണിയോടുകൂടെയായിരുന്നു. വർഗീസ് എന്നെ വിളിക്കുന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞല്ലോ 18 ഹാർമോണിക്സ് ഉണ്ട്, എന്നെ വിറയ്ക്കുന്നുണ്ട്, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, എന്നെ നന്നായി വിറയ്ക്കുന്നുണ്ട്. അങ്ങ് ഇഞ്ഞും പിടിച്ചോണ്ടാണ് ഞാൻ നിന്നത്. ഞാൻ അവിടെ എല്ലാം നോക്കി ആരാ എന്നോട് സംസാരിക്കുന്നത്? ആരുമില്ല, ഒരു മനുഷ്യനുമില്ല. പക്ഷേ ശബ്ദം അന്നേരത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ ഗൗരവമേറിയ പ്രതിസന്ധികളെ നേരിട്ടു. ഞാൻ ആ ഭാഗങ്ങൾ എടുത്തു പറയാൻ ഇന്ന് താല്പര്യപ്പെടുന്നില്ല. ഗൗരവമേറിയ പ്രതിസന്ധികളെ നേരിട്ടു. പക്ഷേ അന്ന് പ്രതിസന്ധികളെ നേരിട്ടതുകൊണ്ട് ഇന്ന് എന്നെ ബലത്തോടെ നിർത്തുന്നു. പലപ്പോഴും പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല. വൻകിട പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവൻ ചെറുകിട പ്രശ്നങ്ങളെ നേരിടാറില്ല. ഞാനൊരു കൊച്ചു ഉദാഹരണം കൂടെ ഇന്ന് പ്രശ്നങ്ങൾ സഹിക്കുന്നവർക്ക് വേണ്ടി പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഈ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത മൃഗങ്ങൾക്കും പലപ്പോഴും അവാർഡ് കൊടുക്കാറുണ്ട്. ഇന്ത്യയിലുമുണ്ട്. യുദ്ധത്തിൽ പങ്കെടുത്ത മൃഗങ്ങൾ അസാമാന്യ ബുദ്ധി കാണിച്ചതിന്. അതിന് പണ്ടങ്ങാണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു കുതിര
അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ കൂട്ടത്തിൽ പെട്ട പടയാളികൾ, ആ രാജ്യത്തിൻ്റെ പടയാളികൾ ആരെങ്കിലും മുറിവേറ്റ് എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടാൽ അവന് കേടുവരുത്താതെ ആ കുതിര പോയി അവൻ്റെ ബെൽറ്റിൽ കടിച്ച് അവനെ പൊക്കി തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് ക്യാമ്പിനകത്ത് കൊണ്ട് കൊടുക്കുമായിരുന്നെന്നാണ് പറയുന്നത്. അതുപോലെ യുദ്ധം ചെയ്യുന്ന ഒരു കുതിരയായിരുന്നു പോലും. ഹിറ്റ്ലറുടെ കാലത്തെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഹിറ്റ്ലർ അതിനവസാനം ഒരു അവാർഡ് കൊടുത്തു. ആ യുദ്ധം അവസാനിച്ചതോടുകൂടെ ആ കുതിരയെ കെട്ടഴിച്ച് അതിനെ ഫ്രീ ആക്കി വിട്ടു, പൊക്കോളാൻ പറഞ്ഞു. ആ കുതിരയെക്കുറിച്ച് ഹിറ്റ്ലർ പരസ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഈ കുതിരയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ രാജ്യത്ത് എവിടെയും യാത്ര ചെയ്യാം, ഇഷ്ടമുള്ളതെല്ലാം എവിടുന്ന് വേണേലും പറിച്ചു തിന്നാം, കടിച്ചു തിന്നാം, അതിനെ ആരും ഓടിച്ചുകൂടാ, ആരും അതിനെ ഉപദ്രവിച്ചുകൂടാ. അങ്ങനെ ഒരു മഹാവീര ചക്രം വന്നിരിക്കട്ടെ, ഇന്നത്തെ ഭാഷയിൽ ഏതോ ഒരു ചക്രമൊക്കെ കൊടുത്ത് അതിനെ വിട്ടു. ഈ കുതിര പോയി ഒരു പഴക്കടക്കാരനെ ഉപദ്രവിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഈ പഴക്കടയിൽ കയറി ഇവൻ കണ്ട പഴം മൊത്തം തിന്നും, ബാക്കിയുള്ള കൊലയെല്ലാം കളഞ്ഞു പോകും. ഈ പഴക്കടക്കാരൻ ആകപ്പാടെ ദേഷ്യം വന്നു. ഇതിനെ ഉപദ്രവിക്കാൻ ഒക്കത്തില്ല, ഓടിച്ചു വിടാൻ പറ്റത്തില്ല. അവസാനം ആ പഴക്കടക്കാരൻ ഒരു പാട്ടയ്ക്കകത്ത് കുറച്ച് കല്ല് പെറുക്കിയിട്ട് ഇവൻ്റെ അടുക്ക കൊണ്ട് കിടുകിട് അന്ന് കിടുക്കി. ഈ കിടുങ്ങലിൻ്റെ ശബ്ദം കേട്ട് പോകുന്നു. ആ കുതിര പുറകോട്ട് തിരിഞ്ഞ് നിന്ന് അവൻ്റെ മൂക്കിനൊരു തൊഴി കൊടുത്തെന്നാണ് പറയുന്നത്. അത് എന്നോട് പറഞ്ഞയാൾ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: എടാ പോഷ, യുദ്ധം ചെയ്യാൻ വാളും പരിചയുമായി വരുന്നവൻ്റെ വാളും പരിചയും കൂട്ടിമുട്ടുന്ന ശബ്ദത്തിൻ്റെ ഇടയിൽ നിന്ന് എനിക്കുള്ളതിനെ പെറുക്കിക്കൊണ്ടുപോയ എന്നെ പേടിപ്പിക്കാനാണോടാ നീ ഈ കിടുക്കിക്കൊണ്ട് വരുന്നതെന്ന്. ഒരിക്കൽ ദൈവത്തിന് വേണ്ടി നേരെ നിൽക്കുവാൻ കർത്താവ് ശക്തീകരിച്ച ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്, ആ പദത്തിനായി സ്തോത്രം. ഒത്തിരി നാളുകൾക്ക് ശേഷം എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നതാ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. എൻ്റെ ജീവിതത്തിൽ സഹിക്കുവാൻ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കിയെങ്കിൽ ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഭയപ്പെടത്തില്ല. ദൈവം തൻ്റെ വചനത്താലാണ് സകലതും സൃഷ്ടിച്ചത്. ആ വചനമാണ് ദൈവം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശുദ്ധീകരണവും ഗുണീകരണവും നടക്കും. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസികമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ മാത്രമല്ല വചനം, സൽപ്രവൃത്തികളിൽ നമ്മെ ഉറപ്പിക്കാനാണ്. ഇന്ന് പകൽക്കാലം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നവർക്കായി സ്തോത്രം. ഈ ക്രൈസി ഗ്രേസ് തിയോളജി വന്നതോടെ, വേറൊരു ഭാഷ പറയുന്നില്ല, ക്രൈസി ഗ്രേസ് തിയറി വന്നതോടെ കേവലം വിശ്വസിച്ചാൽ മാത്രം മതി, അതിൻ്റെ പുറകിൽ പ്രവൃത്തി വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു ദുരുപദേശം സഭയിൽ വന്നു കയറി. കർത്താവ് അതിനെ അപലപിക്കുന്നുണ്ട്. നിക്കലാവോസിൻ്റെ ഉപദേശം ഇതായിരുന്നു: നിക്കലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കൊണ്ട്, ഞാനത് വെറുക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. ഞാൻ നിക്കലാവോസിനെ ഇന്നിനും വിശദീകരിക്കുന്നില്ല. വിശ്വാസം ഹൃദയത്തിൽ മാത്രമാണ്, അതിന് പ്രായോഗികത ആവശ്യമില്ല, ക്രിയകളിൽ പ്രതിഫലിക്കേണ്ട കാര്യമില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ മറുവശവും പറയാം. എൻ്റെ സകല നീതിപ്രവൃത്തികളും കറപുരണ്ട തുണി പോലെയാകയാൽ കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ സൗജന്യമായ നീതീകരണം ദൈവം എന്നിലേക്ക് പകരുകയാണ്. അങ്ങനെയാണ് ഞാൻ നീതിമാനാകുന്നത്. പക്ഷേ അത് ചെയ്യുവാൻ എൻ്റെ കൈകളെ ബലപ്പെടുത്തിയേ മതിയാകെ ഉള്ളൂ. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കണമെങ്കിൽ അപ്പനും അമ്മയും കയ്യെ പിടിച്ച് അതിനെ നടത്തുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ. പ്രാക്ടീസ് ചെയ്യുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. ഇത് തികഞ്ഞവനാകേണ്ടതിനും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകത, തൻ്റെ വചനത്താലാണ് ദൈവം സകലതും സൃഷ്ടിച്ചത്. തൻ്റെ വചനത്താൽ താൻ സകലതും നിർവഹിച്ചു. ഒന്ന്, നമ്മെ അത് മാനസാന്തരത്തിലേക്ക് നടത്തി. രണ്ട്, നമ്മെ അത് ക്രിസ്തുവിൽ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. നാം ചെയ്യുന്നതെല്ലാം ചെയ്യേണ്ടതിന്, വചനത്താൽ ചെയ്യേണ്ടതിന്, വചനത്തിൽ സകലതിനും രേഖയുണ്ട്, അല്ലെങ്കിൽ സൂചനയുണ്ട്. അത് മുഴുവനും നാം പാലിക്കേണ്ടതാണ്. ദൈവവചനപ്രകാരം പോകണം. അതിന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ശത്രുവിനോട് പോരാടുന്നതായ ഒരു ആയുധമാണ്. ഒഫൻസീവ് വെപ്പൺ എന്ന് നമ്മളതിനെ ഒന്ന് എടുത്തു പറഞ്ഞു. പല ഭാഗങ്ങളും തൊട്ടതാണെങ്കിലും ഇന്ന് പോകുന്ന ഈ ആശയത്തിൽ ഒന്നുകൂടെ ക്രോഡീകരിക്കുന്നത്, പല പ്രാവശ്യം ആവർത്തിക്കുന്നത് എന്തിനാ? ഒരു കാര്യം ഉറപ്പിക്കാനാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നതിനെക്കുറിച്ച് പണ്ട് ഭാഷയിൽ ഇങ്ങനെ പറയുമായിരുന്നു: ആവർത്തിച്ച് പറയുക, ഉറപ്പിച്ച് പറയുക, തറപ്പിച്ച് പറയുക, ഹൃദയത്തിൽ കയറുന്നത് പോലെ പറയുക.
ഞാൻ ഇത് തന്നെ ചെയ്യുന്നത്. ആവർത്തിച്ച് പറയുക, ഉറപ്പിച്ച് പറയുക, തറപ്പിച്ച് പറയുക, ഹൃദയത്തിൽ കയറുന്നത് പോലെ പറയുക. അതാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ശുദ്ധി ചെയ്തതാകുക, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിരിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ആ വാക്യത്തിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ അകത്തോട്ട് ഇറങ്ങട്ടെ. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യമെങ്കിലും ഈ വാക്യം വായിച്ചതാണ്, പക്ഷേ അകത്തോട്ട് പോയില്ല. ഞാൻ അല്പം അകത്തോട്ട് പോകട്ടെ. ഒന്ന്, ഇത് ഹീലിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കുന്നത്. പ്രാണൻ എന്ന പദത്തിലേക്ക് ഞാനൊന്ന് കയറി വരട്ടെ. മറക്കരുത്, 106-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യം നോക്കിയാൽ 106-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യം ഞാൻ ഒരു പ്രാവശ്യം ഒരു കറക്ഷന് വേണ്ടിയല്ല എങ്കിലും കറക്ഷന് വേണ്ടിയാ ഒന്ന് പറയട്ടെ. സങ്കീർത്തനങ്ങൾ ഒരിക്കലും അധ്യായങ്ങളെന്ന് പറയാറില്ല. ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്, ഇനിയും പറഞ്ഞെന്ന് വരാം. നിങ്ങൾ ഓർത്തോണം, അവൻ പറഞ്ഞ തെറ്റാണെന്ന് ആര് പറഞ്ഞാലും ഓർത്തോണം. സങ്കീർത്തനങ്ങൾ ഒരിക്കലും അധ്യായങ്ങളായി പറയാറില്ല. കാര്യം അത് പാട്ടായതുകൊണ്ട് 1-ാമത്തെ പാട്ട്, 2-ാമത്തെ പാട്ട്, 10-ാമത്തെ പാട്ട് എന്ന് പറയുന്നത് പോലെ 1-ാമത്തെ സങ്കീർത്തനം, 2-ാമത്തെ സങ്കീർത്തനം, 10-ാമത്തെ സങ്കീർത്തനം എന്നാണ് പറയാറുള്ളത്. 106-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. ഇത് ഒന്ന് ഗൗരവമായി കേട്ടോണം. നെയിം ആൻഡ് ക്ലെയിം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. നെയിം ആൻഡ് ക്ലെയിം. എനിക്ക് എന്തെങ്കിലും ഒന്ന് വേണമെന്ന് തോന്നി വിശ്വാസത്തിൻ്റെ വർധനവിൽ അത് വരട്ടെ എന്ന് പറഞ്ഞാൽ വരും എന്നൊരു പ്രിൻസിപ്പിളുണ്ട്. ഒരു വലിയ അളവിൽ അത് വരും. ഒരു വലിയ അളവിൽ എല്ലാം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വലിയ അളവിലെങ്കിലും അത് സംഭവിക്കും. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. പക്ഷേ അതോട് കൂടെ ഒരു കാര്യം കൂടെ ചെയ്തു, അവരുടെ പ്രാണനിൽ ക്ഷയമയച്ചു. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഹീ സെൻ സ്ലിംനെസ് ടു ദെയർ സോൾ. അവർ പ്രാണനിൽ, ആത്മാവിൽ, അന്തരംഗത്തിൽ ക്ഷയം അനുഭവിച്ചു. ഈ ഭൗതികമായത് മാത്രം അവർ വാങ്ങി അനുഭവിക്കുന്നതോടുകൂടെ അവരുടെ ആത്മാവിനകത്തൊരു ക്ഷീണം സംഭവിച്ചു. ഞാൻ നന്നായി ഓർക്കുന്നു, ദൈവം എന്നെ അങ്ങനൊരു തലമുറയിലാക്കിയതിനായി സ്തോത്രം. എൻ്റെ ചെറിയ പ്രായത്തിൽ കേരളത്തിൽ ഞാൻ വളർന്ന ഗ്രാമത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അനേക വീടുകളിൽ നിന്ന് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ശബ്ദം അതിരാവിലെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ 5 മണിയോടുകൂടെ വാക്യം വിളിച്ചു പറയുവാനായി ഗ്രാമത്തിനകത്ത് നടവഴികളിലൊക്കെ പോകുന്ന പതിവുണ്ട്. ഇടത്തും വലത്തുമുള്ള വീടുകളിൽ നിന്ന് ഓല കെട്ടിയ കൊച്ചുപുരകളിൽ നിന്ന്, ചാണകം കൊണ്ട് മെഴുകിയ കൊച്ചുപുരകളിൽ നിന്ന് ആ പദങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾക്കൊക്കെ ഇപ്പം വലുതായി പോയെന്ന് തോന്നൽ കാണും. മോനെ, നമ്മുടെയൊക്കെ പിതാക്കന്മാർ ഇതുവഴിയാണ് വന്നത്. അതിനെക്കുറിച്ച് ആരും തെറ്റിദ്ധരിക്കേണ്ട. അന്ന് സിമൻ്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ആദ്യമേ സിമൻറ്റ് എൻ്റെ വീട്ടിൽ വാങ്ങിക്കുന്നത് ഒരു ചാക്കിന് 4 രൂപയ്ക്ക്. അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് 400-ന് കിട്ടിയാൽ ഭാഗ്യം. ഓക്കെ, അത് വിലക്കയറ്റം വേറൊരു ഭാഗത്ത്. ഇത് കണ്ടുപിടിച്ച കാലത്ത് കൊച്ചു വീടുകൾക്കകത്തു നിന്ന് സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ആരാധനയുടെയും ശബ്ദം ഉയർന്നു. അവരവർ വിശ്വസിച്ച അളവിൽ അതിനകത്ത് പലരും കർത്താവിനെ കൂടുതൽ അറിഞ്ഞു എന്നതുകൊണ്ട് പലരും പിന്നത്തേതിൽ മുന്നോട്ട് വരുവാനിടയായി. അന്ന് ആരാധിച്ചിരുന്ന ഇടത്ത് ഇന്ന് പോകുമ്പോൾ അവിടെ എല്ലാം കാണുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സാണ്. മൊത്തം മാർബിൾ പൊതിഞ്ഞതായ വലിയ വീടുകളാണ് കാണുന്നത്. ഓല കെട്ടിയ വീടുകളൊന്നും അതിനിടയിൽ കാണാറില്ല. അവർ ചോദിച്ചത് അവൻ അവർക്ക് കൊടുത്തു. പക്ഷേ അതോടുകൂടെ ദി ഹീറ്റ്സ് ആൻഡ് സ്ലിംനെസ് ടു ദെയർ മൈൻഡ്. അവരുടെ സോളിന്, അവരുടെ ഹൃദയത്തിന് ദൈവം ക്ഷീണമയച്ചു. ഒത്തിരി നമ്മെ ആത്മീയമായി ദൈവം, ഭൗതികമായി ദൈവം അനുവദിച്ച് അനുഗ്രഹിച്ചു പോയതിനാൽ പലപ്പോഴും ആത്മീയമായ ക്ഷീണം സംഭവിക്കും. വരല്ലേ ദൈവമക്കളെ, ഇത് രണ്ടും നമുക്ക് ഒരുപോലെ വേണം. ഇത് രണ്ടും നമുക്ക് ഒരുപോലെ വേണം. ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, ദൈവം സഹായിക്കുന്നവനാണ്. തൻ്റെ 106-ാമത്തെ സങ്കീർത്തനത്തിലാണ് ഇത് കാണുന്നത്. അവന് അവരുടെ പ്രാണന് ക്ഷയമയച്ചു. എന്നാൽ ഇവിടെ പറയുന്നത് പ്രാണനെ ഉദ്ധരിക്കുന്നതാണ് ദൈവവചനം. ദൈവത്തിൻ്റെ വചനം കൊണ്ട് അതിൻ്റെ ശുദ്ധീകരണം ഏറ്റെടുക്കുമെങ്കിൽ അത് നമ്മുടെ പ്രാണനെ ശക്തീകരിക്കും. നമ്പർ 1, ഹീലിംഗ് ഇൻ ദ സോൾ. നമ്മുടെ ആത്മാവിൽ അത് നമുക്ക് ബലം തരുന്നതാണ്. 2, ഹീലിംഗ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിനെയും
ആത്മാവിനെയും അത് ശുദ്ധീകരിക്കുന്നതാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാം. ദൈവത്തിന് പ്രസാദമുള്ളതുപോലെ ഞാനൊരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ സിസ്റ്റം ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തിരുന്നു. അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ MK ഗുണശേഖരനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വളരെ പരസ്യമായിട്ടാണ് പറയുന്നത്. ഡോക്ടർ MK ഗുണശേഖരൻ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഡോക്ടർ MK ഗുണശേഖരൻ എൻ്റെ കമ്പനിയിൽ R&D മാനേജരായിരുന്നു. പിന്നത്തേതിൽ ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CEDT, സെൻട്രൽ ഫോർ ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് ടെക്നോളജിയുടെ HOD ആയി അദ്ദേഹത്തെ ഗവൺമെൻറ് ഉയർത്തി അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി. എൻ്റെ കൂടെ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഗുണശേഖരൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം ഒത്തിരി പ്രയോജനമായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സംശയം ടെക്നിക്കൽ ഫീൽഡിൽ ഇലക്ട്രോണിക്സിലുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ, ഞങ്ങളുടെ കമ്പനി അതാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒത്തിരി മോഡിഫിക്കേഷൻസ് വരുത്തുവാൻ ഒക്കെ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഗുണശേഖരനായിരുന്നു എന്നെ സഹായിച്ചത്. പക്ഷേ ഗുണശേഖരൻ അന്നൊരു 35 വയസ്സായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പോകാനോ ഒരു പെൺകുട്ടിയെ പോയി കാണാനോ ഒന്നും നേരമല്ല. ഈ പുള്ളി എക്സ്പെരിമെൻറ്റ് ഇതുമായിട്ട് തന്നെ ഇരിക്കുക. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അവാർഡും കൊണ്ടുവന്നത്. ഇതും കൊണ്ട് തന്നെ ഇരിക്കുക. അവസാനം ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഗുണശേഖരനെ വീട്ടിൽ വിളിച്ച് ഇയാൾക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കണം, നിറച്ചൊരു ആഹാരം കൊടുക്കണം, അങ്ങർക്ക് ഇഷ്ടമുള്ളത് എന്തേലും കൂട്ടി. ഇയാൾ രാത്രി 11 മണിക്ക് ശേഷമാണ് ഹോട്ടലിൽ ചെല്ലുന്നത്. ഹോട്ടലുകൾ പലതും അടച്ചിരിക്കും. വലിയ ഹോട്ടലല്ലേ, ആവറേജ് ഹോട്ടൽ അടച്ചിരിക്കും. പിന്നെ ഇവിടെ മിച്ചം വരുന്ന ഉണക്ക ചപ്പാത്തിയാണ് ഇയാൾക്ക് കിട്ടുന്നത്. ഇതുമായിട്ടാണ് ഇയാൾ കഴിയുന്നത്. അതുകൊണ്ട് ഗുണശേഖരനെ വീട്ടിൽ വിളിക്കണം. ഗുണശേഖരനോട് അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്തുവാന്ന് ഡയറക്റ്റ് ചോദിക്കാനുള്ള കപ്പാസിറ്റി അന്ന് എനിക്കില്ലായിരുന്നു, അല്ലെ അറിവെനിക്കില്ലായിരുന്നു. അങ്ങനെ വേണം പറയാൻ. അങ്ങേരോട് ചോദിക്കണമെന്നുള്ള അറിവെനിക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 2 പ്യൂൺസ്, 2 പിള്ളേർ എപ്പോഴും നടക്കും. ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ള പിള്ളേരാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ ഇവന്മാരോട് ചോദിച്ചു, ഗുണശേഖരന് ഇഷ്ടമുള്ള ആഹാരം എന്തുവാന്ന് ചോദിച്ചു. ഇവന്മാർ 2 പേരും എന്നോട് പറഞ്ഞു, ചിക്കനാണ് അങ്ങേർക്ക് ഇഷ്ടം. ഏത് രീതി കൊടുത്താലും ചിക്കൻ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഗുണശേഖരന് ഇഷ്ടമുള്ളത്. പക്ഷേ എങ്ങും കിട്ടത്തില്ല. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഹോട്ടലൊക്കെ അടച്ചു പോകും. ഞങ്ങൾ വന്ന് എൻ്റെ ഭാര്യയ്ക്ക് അറിയാവുന്നതുപോലെ ചിക്കൻ പല രീതിയിലുണ്ടാക്കി, പല രീതിയിൽ. ഒടുവിൽ നാട്ടിൽ ഞങ്ങൾ ചോറുണ്ടെന്ന ചുമന്ന അരിയുടെ ചോറും വെച്ച് ഗുണശേഖരന് വേണ്ടി കാത്തിരുന്നു. പറഞ്ഞ സമയത്ത് ഗുണശേഖരൻ എത്തി. വിളമ്പി വെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വർഗീസേ, എനിക്ക് ഈ നോൺ വെജിറ്റേറിയൻ ഐറ്റത്തിൻ്റെ മണം പിടിക്കത്തില്ല, ഞാനൊരു ബ്രാഹ്മണനാണ്, ഒന്ന് മാറിയിരിക്കാൻ വേറെ ഒരു ടേബിൾ തരുമോ? പറഞ്ഞ്, എൻ്റെ ഗുണശേഖര, നീ ഇവന്മാർ ഈ പിള്ളേരെ പറഞ്ഞത് നിനക്കിഷ്ടമുള്ള ഇതാണ്. അവന്മാർക്കത് ഇഷ്ടമാണ്, അവർക്ക് കൊട. എനിക്കിത് പിടിക്കുകയില്ല. ഞങ്ങളാകെ വിഷമിച്ചു. പച്ചക്കറി ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഗുണശേഖരൻ പറയുന്നത്, ഈ ചുമന്ന അരിയുടെ ചോറും എനിക്ക് പോവുകയില്ല, എനിക്ക് പച്ചരിച്ചോറ് വേണം. ഞങ്ങൾ വിളിച്ചത് പരാജയപ്പെട്ടു. ആരെ പ്രസാദിപ്പിക്കാൻ വിളിച്ചു? ആരോട് അഭിപ്രായം ചോദിച്ചു? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും ദൈവപ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. എന്നെ ഏൽപ്പിച്ച കടമ, എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം സമയം പൂർണ്ണമായി നിർവഹിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുക. എനിക്ക് ആരോടും ഒരു വൈരാഗ്യവുമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കത് വിഷയമല്ല. പക്ഷെങ്കിൽ എങ്ങനെയും ഒരു വ്യക്തി നിത്യതയിൽ അധിക പ്രയോജനപ്പെടണം എന്നെനിക്ക് താല്പര്യമുണ്ട്. ഒന്ന്, ഇറ്റ്സ് ഹീൽസ് മൈ സോൾ, എൻ്റെ പ്രാണനെ തൃപ്തിപ്പെടുത്തും, ശക്തിപ്പെടുത്തും. 2, എൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തും, മുന്നോട്ട് കൊണ്ടുപോകും. 3, ഹീലിംഗ് ഓഫ് ദ ബോഡി, സന്ധിമജ്ഞകളെ വേർപെടുത്തും. ആ വചനത്തിനായി സ്തോത്രം. സന്ധിയും മജ്ഞയും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ വചനം ആത്മാവിനെ ശക്തീകരിക്കും, ഈ വചനം പ്രാണനെ താങ്ങും, ഈ വചനം ശരീരത്തെ ശക്തീകരിക്കും. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ചില ശരീരങ്ങളിലൂടെ രോഗസൗഖ്യം ഏറ്റെടുക്കട്ടെ. എത്രയോ വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കിയത് കാണുവാൻ
അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും രോഗമെല്ലാം മാറിയെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ എത്രയോ പേരെ സൗഖ്യമാക്കി കർത്താവ് ചെയ്യുന്നത് കാണുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. 4, ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കും. എൻ്റെ പേഴ്സണാലിറ്റി മാറ്റും. റോമലേഖനം 12:2 ഈ ലോകത്തിന് അനുരൂപമാകാതെ, അത് വാക്യം വായിച്ചതാണ്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും എൻ്റെ പേഴ്സണാലിറ്റി മാറും. എൻ്റെ മനസ്സ് മാറ്റും, എൻ്റെ ആത്മാവിൻ്റെ നവീകരണം തരും, ആത്മാവിൽ നവീകരണം തരും. മാത്രമല്ല എൻ്റെ പേഴ്സണാലിറ്റി മാറ്റും, എൻ്റെ ആകെ സ്ട്രക്ചർ മാറ്റും. അതാ ദൈവവചനം എന്നിൽ ക്രിയ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അങ്ങോട്ട് പോരാടുവാൻ ദൈവവചനം വേണം. അത് ഉപയോഗിക്കുവാൻ എനിക്കൊരു ട്രെയിനിങ് വേണം. ഒരു ട്രെയിനിങ് ഇല്ലാത്തവൻ്റെ കയ്യിൽ ആരും ഒരിക്കലും മൂർച്ചയുള്ള അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന ഒരു ആയുധം ഏൽപ്പിക്കത്തില്ല. അത് ഏൽപ്പിച്ചാൽ അവൻ്റെ തന്നെ ജീവൻ അതുകൊണ്ട് നഷ്ടമാകും. അത് വരാതെ ഇരിക്കുവാൻ, വചനം കൈകാര്യം ചെയ്യുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കേണ്ടതിന് അത് നമ്മെ ശുദ്ധീകരിക്കട്ടെ. ഇവിടെ ഈ കർത്താവായ യേശു ക്രിസ്തു തന്നെ ദൈവത്തിൻ്റെ വചനം സാത്താനോട് പോരാടുന്നതിൽ ഉപയോഗിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4, 8, 12 എന്നീ വാക്യങ്ങളിലും പറയുന്നത് കാണാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് തൻ്റെ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. പിതാവായ ദൈവം ചെയ്തതാണ്. തൻ്റെ വചനത്താൽ തൻ്റെ പുത്രനെ രൂപീകരിച്ചു. വചനം മറിയയിൽ ജഡമായി ഉരുത്തിരിഞ്ഞു. മറിയയിൽ നിന്ന് യേശു ഒരു കുഞ്ഞായി പുറത്തു വന്നു. വചനം ജഡമായി ഉരുത്തിരിഞ്ഞു. ആത്മാവിനാലാണത് സംഭവിച്ചത്. പരിശുദ്ധാത്മാവിനാലായിരുന്നു യേശുവിൻ്റെ ജനനം. ആ യേശുവിനെ അതേ ആത്മാവ് വീണ്ടും ബലപ്പെടുത്തി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. നിങ്ങളെ എന്നെ വീണ്ടും ജനിപ്പിച്ചത് ദൈവത്തിൻ്റെ വചനത്താൽ ആത്മാവാണ്. ആ ആത്മാവ് നമ്മെ ശക്തീകരിക്കുന്നതാണ്. ഓരോ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും തളർന്നല്ല നാം പോകുന്നത്. ഓരോ ആരാധന കഴിയുമ്പോഴും ആ വചനം എന്നെ ബലപ്പെടുത്തുന്നതാണ്. എന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം. യേശുവിനെ ആ വചനം ബലപ്പെടുത്തി ആത്മാവ് അവനെ ശക്തീകരിച്ചു. ആ ആത്മാവ് യേശുവിനെ സ്നാനത്തിന് ശേഷം അഭിഷേകം ചെയ്തു. ജനിച്ചത് ആത്മാവിനാലാണ്, ബലപ്പെട്ടത് ആത്മാവിനാലാണ്. അതേ ആത്മാവ് തന്നെ യേശുവിനെ ഒരു പ്രാവശ്യം കൂടെ അഭിഷേകം ചെയ്തു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പരീക്ഷിക്കപ്പെടേണ്ടതിന്, സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ നേരിട്ട പരീക്ഷകൾ കേവലം ഭൗതികം മാത്രമായിരുന്നില്ല, വചനത്തിന് ബേസായിരുന്നു. എനിക്കറിയാം, എന്നോട് എതിർക്കുന്ന ഒരുപാട് പേരും ആത്മീയരെന്ന പേരുള്ളതുകൊണ്ട് വചനം ഉപയോഗിച്ച് എതിർക്കാൻ വരാറുണ്ട്. പിശാചിന് വചനം അറിഞ്ഞുകൂടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വചനം നന്നായി അറിയാം, പക്ഷേ അതിൻ്റെ ശക്തി അവനിൽ കാണത്തില്ലെന്ന് മാത്രം. ഞാനും നിങ്ങളും ദൈവവചനം ഉപയോഗിക്കുന്നത് അതിൻ്റെ ശക്തിയോടുകൂടെ ആകട്ടെ. അതിൻ്റേതായ ഒരു ബലമുണ്ട്. ആ ശക്തിയോടുകൂടെ പോരാടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. എഴുതപ്പെട്ട വചനത്തിന് ചില പ്രത്യേകതകളുണ്ട്. സംസാരിക്കപ്പെടുന്ന ദൈവവചനമുണ്ട്, ഒരു പ്രവാചകനിലൂടെ ഇടപെടുന്നത്, എന്നോട് സ്വപ്നത്തിൽ ഇടപെടുന്നത്, ദർശനത്തിൽ ഇടപെടുന്നത്, പാട്ടിലൂടെ ഇടപെടുന്നത്, വചന പാരായണത്തിലൂടെ ഇടപെടുന്നത്, എല്ലാം വ്യത്യസ്തമാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനത്തിന് 10 ഇരട്ടി പ്രാധാന്യമുണ്ട്, അതിഗംഭീരമായ പ്രാധാന്യമുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് സത്യത്തിൽ യേശു ആവർത്തിച്ചത്. ആവർത്തനം 8:3 അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. മന്ന ജനത്തിൻ്റെ മുമ്പിലോട്ട് ഇട്ടപ്പോൾ, മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം വാട്ട് ഈസ് ദിസ്, ഇതെന്ത് എന്ന ചോദ്യമാണ്. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം മന്ന കൊണ്ട് പോഷിപ്പിച്ചു എന്ന് പറയുന്നു. മന്ന എന്ന് പറയുന്നത് ഇതെന്ത്, വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. കാര്യം മന്ന മരുഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അവരാരും അത് കണ്ടിട്ടില്ല, അവരുടെ പിതാക്കന്മാർ കണ്ടിട്ടില്ല. മന്ന വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ വാട്ട് ഈസ് ദിസ്, ഇതെന്ത് എന്ന് ഇസ്രായേൽ മക്കൾ ചോദിച്ചു. അങ്ങനെ ഈ സൂത്രത്തിന് മന്ന എന്ന് പേരായി. മോശ പറഞ്ഞു, ഇതാണ് ദൈവം തന്ന അപ്പം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ
നമ്മുടെ അപ്പച്ചന്മാർ കണ്ടിട്ടില്ലാത്ത എത്രയോ ആത്മീയ അനുഭവങ്ങൾ കണ്ടുകൊണ്ട് ഇതെന്തെന്ന് ചോദിക്കുവാൻ, മന്ന പറയുവാൻ കർത്താവ് കൃപ തന്നു. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും കണ്ടിട്ടില്ലാത്ത ഒരുപാട് മജോറിറ്റിക്ക് കഴിവില്ലാത്ത, അറിവില്ലാത്ത, പരിചയമില്ലാത്ത എത്രയോ വഴികളിലൂടെ കർത്താവ് നമ്മെ നടത്തി, ദൈവത്തിൻ്റെ പുതുവഴികളിൽ നടത്തി. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് യേശു പറയുന്നത്, പിശാചേ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുത്തു വരുന്ന സകല വചനം കൊണ്ടുമാ. ഇന്ന വചനം പുറപ്പെടും, ഇന്നതിനൊരു അർത്ഥമുണ്ട്, നാളെ അത് വീണ്ടും വരും, അതിനേക്കാൾ കവിഞ്ഞൊരർത്ഥമുണ്ട്, ആഴത്തിലേക്ക് കൊണ്ടുപോകും. മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുന്നു. ഓക്കെ, കെടുന്ന ബീജത്താലല്ല, ഇനിയും ഇതിൻ്റെ പ്രത്യേകതകളുടെ അകത്തേക്ക് ഇറങ്ങുകയാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. ഈ ബീജം കെടുന്നതല്ല. സാധാരണഗതിയിൽ പലതും കെടുന്ന ബീജങ്ങളാണ്, എന്നാൽ എന്നിൽ വീണ ബീജം കെടുന്നതല്ല, ഇത് കത്തി നിൽക്കുന്നതാണ്. ഉന്നതമായൊരു പദം ഒരാൾ പറഞ്ഞാൽ, എനിക്ക് നല്ല സാഹിത്യഭാഷ വലിയ ഇഷ്ടമാണ്. നല്ല സാഹിത്യഭാഷയിൽ ആരെങ്കിലും ഒരാൾ ഒരു പ്രസംഗം പറഞ്ഞാൽ, 2 സെൻറ്റൻസ് പറഞ്ഞാൽ എനിക്കത് വലിയ കാര്യമാണ്. പക്ഷേ അതൊരു 3 മാസത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് അങ്ങ് നഷ്ടപ്പെടും. പിന്നെ അത് എടുത്തു പറയുന്നത് വളരെ കുറവായിരിക്കും. കാലങ്ങൾക്ക് ശേഷം വീണ്ടും അത് ഓർത്താലായി. സാധാരണ വചനങ്ങൾ, ബീജങ്ങളെല്ലാം കെട്ടുപോകുന്നതാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അത് ജീവനുള്ളതാണ്. അത് പിന്നെയും കിളന്നു വരുന്നതാണ്. അതെന്നും ഉയർന്നു വരുന്നതാണ്. അതൊരിക്കലും കെട്ടുപോകുന്നതല്ല. ഒരു കോതമ്പ് നിലത്ത് വിതയ്ക്കപ്പെട്ടാൽ അത് ജീവനുള്ളതായി കിളുത്തു വന്നാൽ അതൊരു കോതമ്പ് ചെടി വളർന്നുകൊണ്ടിരിക്കും, അതിൽ നിന്ന് കോതമ്പ് കായ്ക്കും. നേരെ മറിച്ച് ഉണങ്ങിയ കോതമ്പ് പൊടിച്ച് ചപ്പാത്തിയിൽ ചേർത്ത് ഞാൻ തിന്നാൽ അത് അന്നുകൊണ്ട് തീരും. ദൈവത്തിൻ്റെ വചനം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. അതിൻ്റെ അണ്ണാക്കിന് മധുരമാണ്, അതിൻ്റെ നാവിന് പ്രയോജനമാണ്, അതിൻ്റെ ശരീരത്തിന് ആ പ്രത്യേകതയാണ്. പക്ഷേ അത് ജീവനുള്ളതാകയാൽ എന്നും അതിനകത്തൊന്ന് ഉയർന്നു വരുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞ ഒരു പാരബിളുണ്ട്, മറക്കരുത്. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പോയി. അത് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്തിനെക്കുറിച്ച് പറയുന്നതാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതെ, എന്നെ വീണ്ടും ജനിപ്പിച്ചത് ആ വചനമാകയാൽ, അല്ലേ എന്നെ രക്ഷയിലേക്ക് നടത്തിയത് ആ വചനമാണ്. വചനത്തിൻ്റെ പല സൈഡുകൾ നമ്മൾ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ രക്ഷയിലേക്ക് നടത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. മാത്രവുമല്ല, 1 പത്രോസ് 2:2 ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. യോഹന്നാൻ്റെ സുവിശേഷം 4:34 ഡീഡ്സ് ഇൻ ടു ഫുഡ്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തന്നെ എൻ്റെ ആഹാരം. എൻ്റെ ആഹാരം എന്ന് പറയുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നതാണ്. അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിച്ച് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. ഒരു വ്യക്തിക്ക് വിശക്കുന്നത് പോലെ, ആഹാരത്തിന് താല്പര്യപ്പെടുന്നത് പോലെ ദൈവഹിതം ചെയ്യുവാൻ കഴിയാതെ വന്നാൽ ഒരു വിശപ്പ് നമുക്കുണ്ടാകട്ടെ, അതിനുവേണ്ടി ഒരു തൃഷ്ണ നമുക്കുണ്ടാകട്ടെ. ഇന്ന് പകൽ ഒരു സമർപ്പണമുണ്ടെങ്കിൽ അതിനുള്ള കൃപ കർത്താവ് തരും. മറക്കരുത്. ഇത് നമ്മെ വീണ്ടും ജനിപ്പിച്ചതാണ് ഒരാശയത്തിൽ. 2, ഇത് നമ്മെ വളർത്തുന്നതാണ്, ഒരു ശിശുവിന് ജനിക്കുന്നത് പോലെ. പക്ഷേ ഇത് ആത്മാവിൻ്റെ ഉയർന്ന പദവിയെക്കുറിച്ചല്ല. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്ക് വേണ്ടി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരം തരാൻ പറ്റുന്നില്ല, ഇപ്പോഴും ഞാൻ പാല് തന്നെ തന്നുകൊണ്ടിരിക്കുക. വചനത്തിൻ്റെ ആ വ്യാഖ്യാനം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും തരുന്നത്. കാര്യം, നിങ്ങൾ വളർന്നിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് വളരുവാൻ. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, കൊച്ചുമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇരിക്കുന്ന ഒരുപാട് കൊച്ചുമക്കൾ എൻ്റെയും കൂടെയാണ്. കാര്യം സഭയിലുള്ളതെല്ലാം എൻ്റെയും കൂടെയാണെന്ന ആത്മാർത്ഥ ബോധം എനിക്കുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ചെറുപ്പത്തിൽ പാല് തന്നു, അമ്മ പാല് സൂക്ഷിച്ചു തന്നു. കട്ടിയുള്ള പാലാണ് കിട്ടുന്നതെങ്കിൽ, കടയിൽ നിന്ന് വാങ്ങിച്ച കാലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കട്ടിയുള്ള പാലാണ് കിട്ടുന്നതെങ്കിൽ വേണ്ടവണ്ണം ഡൈല്യൂട്ട് ചെയ്തു. തീരെ പോഷകാംശം കുറവുള്ള പാലാണെന്ന് അമ്മയ്ക്ക് തോന്നിയാൽ പോഷകാംശമുള്ളത് ഇട്ട് തന്നു. എങ്ങനെയാ? മലയാളത്തിൽ പറയും, കൈ വളരുന്നോ കാല് വളരുന്നോ, ഈ കുഞ്ഞ് ഒന്ന് വളർന്ന് കാണണം. പക്ഷെ വളർന്ന് കഴിഞ്ഞ കുഞ്ഞുങ്ങൾ നമ്മുടെ പാലിൽ നിൽക്കാറില്ല. അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ച് തിന്നും, അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ച് കഴിക്കും. അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് കൊള്ളാവുന്നത് അവരവരുടെ ശരീരം പറയും. ഒരുത്തൻ പറയും എനിക്ക് പീസയാ ഇഷ്ടം, വേറൊരുത്തൻ പറയും എനിക്ക് ബർഗറാണ് ഇഷ്ടം.
ഇനി ഒരുത്തിന് വേറൊന്നായിരിക്കും ഇഷ്ടം, അത് വാങ്ങിച്ചു കൊണ്ടുവരും. ചില പ്രായമുള്ളവർ, എന്നെപ്പോലുള്ളവരാണെങ്കിൽ എനിക്ക് വടയായി ഇഷ്ടം, മറ്റവന് മസാല ദോശയായി ഇഷ്ടം. മോനെ പാല് കുടിച്ചപ്പോരായോ, ആ പ്രായം കഴിഞ്ഞു. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കട്ടിയായ ആഹാരം ഇതിനകത്തുണ്ട്, അത് ലഭിക്കുന്നവർക്കായി സ്തോത്രം. കട്ടിയായ ആഹാരം ഇതിനകത്തുണ്ട്, അത് ലഭിക്കുന്നവർക്കായി സ്തോത്രം. വ്യത്യസ്ത ആഹാരങ്ങളായി ഇത് നമ്മെ വളർത്തുന്നതാണ്. എവിടം വരെ? ദൈവിക നിത്യത വരെ നമ്മെ വളർത്തുന്നതാണിത്. ഞാൻ ഇച്ചിരൂടെ വേഗത്തിൽ പോകുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സാധാരണഗതിയിൽ സ്നാന ക്ലാസ്സിൽ ഞാൻ ഈ ഭാഗം എടുക്കാറുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഞാൻ അടുത്ത സ്ലൈഡിൽ വരാം. അതിനു മുമ്പേ ഈ സ്ലൈഡ് ഒന്നുകൂടെ വിശദീകരിച്ചോട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ്റെ കീഴിൽ ആയിരുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും കടന്നു, സ്നാനമേറ്റു, മോശയോട് ചേർന്നു. 3-ാമത്തെ വാക്യം വരെ ഞാനിവിടെ സ്നാന സമയത്ത് ഇത് എടുക്കാറുണ്ട്. മോശയോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, നീ മിസ്രയീമിലേക്ക് പോകണം, ഫറവോൻ്റെ അടുക്കിലേക്ക് പോകണം. മോശ മിസ്രയീമിൽ ചെന്നു, ഫറവോൻ്റെ അടുക്കൽ ചെന്നു. അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും കാണിച്ച് ഫറവോനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അവൻ കൺവിൻസ് ആകുന്നില്ല എന്ന് കണ്ടതോടെ ബലം പ്രയോഗിച്ച് ജനത്തെ പുറത്തെടുത്തു. മോശ ജനത്തോടുകൂടെ പാർത്തു, ജനത്തോടുകൂടെ തിന്നു കുടിച്ചു, ആഹാരം കഴിച്ചു. മോശ ജനത്തോടുകൂടെ ഉറങ്ങി, ജനത്തോടുകൂടെ ഉണർന്നു. മോശ ജനത്തിൻ്റെ പ്രതിനിധികളുമായി ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോയി. ഫറവോൻ അവരെ ഒരുമിച്ച് ആട്ടിക്കളഞ്ഞു. ജനവുമായി ഒരുമിച്ച് മോശ പെസഹ ആചരിച്ചു, ചോരത്തെളി ആചരിച്ചു. അവരെ ഒരുമിച്ച് തിരിച്ചു. ചെങ്കടൽ കടന്നപ്പോൾ കർത്താവ് പറയുകയാണ്, അവർ മോശയോട് ചേർന്നു. ഇതുവരെ എവിടെയായിരുന്നു? അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ എവിടെയായിരുന്നു? അതാണ് ഈ ചോരത്തെളിയും പെസഹായും. അവർ മാനസാന്തരപ്പെട്ടപ്പോൾ എവിടെയായിരുന്നു? അവരുടെ നേതാക്കന്മാരെ മോശ തിരഞ്ഞെടുത്തപ്പോൾ അവരെവിടായിരുന്നു? ഇവരെല്ലാം മോശയുടെ കൂടായിരുന്നു. പക്ഷെ ദൈവം അത് അംഗീകരിക്കുന്നത് ചെങ്കടൽ കടന്നപ്പോഴാണ്. ഇന്ന് പകൽക്കാലം സ്നാനപ്പെടാത്ത ആരെങ്കിലും ഈ ഇൻ്റർനെറ്റിനകത്ത് എവിടെയെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കൂ, ജനം മോശയോട് ചേർന്നതായി ദൈവം അംഗീകരിക്കുന്നത്, അവർ ഒരുമിച്ച് പാർക്കുന്നതായി നടക്കുന്നതായി ദൈവം അംഗീകരിക്കുന്നത് സ്നാനശേഷം മാത്രമാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തൻ്റെ വിശ്വാസം വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് അഭിഷക്തനായ ഒരു ദൈവദാസൻ്റെ കൈക്കീഴിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് കയറുമ്പോൾ പിതാവായ ദൈവം പറയും, ഒരുത്തനോട് എൻ്റെ പുത്രനോട് ചേർന്നു. മോശയോട് ചേരുന്നത് സ്നാനത്തിന് ശേഷമാണ്. അതുവരെയും മോശയുടെ കൂടെ നടന്നത് ശരിയാകാം, പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ലഭിക്കുന്നത് ശരിയാകാം. അവർ എല്ലാവരും മോശയോട് ചേർന്നു, ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് മാറുക. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങൾക്ക് ഗൗരവം ഞാൻ ഒടുവിലോട്ട് വരട്ടെ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്തായിരുന്നു കാരണം? അവർ ആത്മീകാഹാരം ഭക്ഷിച്ചതാ? അവരെ അനുഗമിച്ച് ആത്മീക പാറയായ ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് അവരനുഭവിച്ചത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. കാരണം പിന്നത്തേതിൽ പറയുന്നത്, കേട്ടത് അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. ആ പദത്തിൻ്റെ അർത്ഥം എന്തുവാ? കേട്ടത് അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? വിശ്വാസമെന്ന് അവിടെ പറയുന്നത് പ്രായോഗിക ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്നതാണ്. ഞാൻ മദ്യപിക്കാറില്ല. എന്തടി മദ്യപിക്കാത്ത? എൻ്റെ വിശ്വാസത്തിൽ മദ്യപാനമില്ല. ഞാൻ വിഗ്രഹങ്ങളെ നമസ്കരിക്കാറില്ല. എന്തടി? എൻ്റെ വിശ്വാസത്തിൽ വിഗ്രഹാരാധനയില്ല. എന്ത് എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യുന്നു, അതും കൂടെ ചേർത്താണ് വിശ്വാസമെന്ന് പറയുന്നത്. ഒരു ദൈവപൈതലാകേണ്ടതിന് എനിക്ക് എന്തൊക്കെ ആവശ്യമാണ്?
ഒരു ദൈവവേദലിന് അപ്പുറത്ത് പോകുവാൻ എനിക്ക് കാര്യമുണ്ടോ? ഇല്ല. ഒരു ദൈവവേദലാകേണ്ടതിന് എനിക്ക് എന്തൊക്കെ ആവശ്യമാണ്? അതിനകത്ത് നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനകത്ത് നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരെല്ലാവരും ഒരു ആത്മീയ ആഹാരം കഴിച്ചവരാണ്. ഇവരെല്ലാവരും ഒരു ആത്മീയ പാനീയം കുടിച്ചതാണ്. പക്ഷേ അവരിലെല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല. ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് കുടിച്ചത്, എങ്കിലും പ്രസാദിച്ചില്ല. കാര്യം അവർ വിശ്വാസമായി കേട്ട കേൾവി അവരിൽ പരിണമിക്കാതെ വന്നു. നമ്മിൽ കേട്ട കേൾവി വിശ്വാസമായി പരിണമിക്കട്ടെ, പ്രവൃത്തികൾ അതിന് തക്കതാകട്ടെ. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ സ്നാനപ്പെട്ട പാപത്തിന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനാൽ, പാപമെന്ന് ഞാൻ പറഞ്ഞത് നാട്ടുകാരുടെ ഭാഷയാണ്, എൻ്റെ ഭാഷയല്ല, ദൈവവചനത്തിൻ്റെ ഭാഷയല്ല. സ്നാനപ്പെട്ട കാരണത്താൽ യേശുവിനോട് ചേർന്നതിനെ പൊതുവെ ലോകത്തിന് ഇഷ്ടപ്പെടാറില്ല. ആ കാരണത്താൽ തന്നെ അത് മറക്കരുത് കേട്ടോ. ഒരാൾ യേശുവിനോട് ചേർന്നാൽ ലോകത്തിന് ഇഷ്ടപ്പെടാറില്ല. അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് അനാവശ്യമൊക്കെ പറയും. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആവശ്യത്തിന് വസ്ത്രങ്ങളില്ലാതെയാണ് ഞാൻ വളർന്നത്. ഏറെക്കുറെ ഒരു പെയർ ഡ്രസ്സുമായിട്ടാണ് പല വർഷങ്ങൾ കഴിഞ്ഞത്. ഇത് കഴിഞ്ഞ് ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്നു. എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടുന്നത് കൽക്കട്ടയിൽ വെച്ചാണ്. ട്രെയിനിങ് കഴിഞ്ഞ ശേഷം എൻ്റെ ആദ്യത്തെ ശമ്പളം ട്രാൻസ്ഫറായി എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടുന്നത് കൽക്കട്ടയിലാണ്. അന്ന് സ്നേഹിതന്മാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് എന്നെപ്പോലെ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച പലരുമുണ്ട്. അവരെല്ലാം കൂടെ ഒരുമിച്ച് പോയി കുറേ ഡ്രസ്സ് വാങ്ങിച്ചു. ഡ്രസ്സ് വാങ്ങിക്കാൻ എനിക്കറിയത്തില്ല. എൻ്റെ ഉടുപ്പിൻ്റെ അളവ് ഇപ്പോൾ കുറച്ചൊക്കെ അറിയാം. അന്ന് എനിക്ക് ഏത് നമ്പറാണ് എനിക്ക് സെറ്റാകുന്ന അറിയത്തില്ല. ഇപ്പോഴും എൻ്റെ പാൻറ്റിൻ്റെ എനിക്കറിയത്തില്ല. ആരെങ്കിലുമൊക്കെ അളവെടുത്ത് തരുന്നത് കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഒട്ടും അറിയത്തില്ലായിരുന്നു. ഞാൻ കടയിൽ ചെന്ന് ഇവരൊക്കെ പറഞ്ഞ് ഇത്ര നമ്പർ ഉടുപ്പ് കൊണ്ടോ, ഇത്ര നമ്പർ പാൻറ്റ് കൊണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകെപ്പാടെ അന്തം വിട്ട്. ഞാനിപ്പോൾ എന്താ ചോദിക്കുന്നത്? എനിക്ക് ഒരു പിടിയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ സഹായിച്ചു. എൻ്റെ കൂടെ വന്നവരാണ് എൻ്റെ പാൻറ്റിൻ്റെ സൈസും ഒക്കെ പറഞ്ഞത്. കളറും അവർ തന്നെ തീരുമാനിച്ചു. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ ഈ പുതിയ ഡ്രസ്സും ഒക്കെ ആയിട്ട് എല്ലാവരും എയർഫോഴ്സ് ക്യാമ്പിൽ വന്നു. എയർഫോഴ്സ് ക്യാമ്പിൽ വന്ന് അവരവരുടെ മുറിയിൽ കയറി. എൻ്റെ മുറിയിൽ അന്ന് 3 പേർ താമസിച്ചിരുന്നു. അതിലൊരാളായിരുന്നു ഞാൻ എൻ്റെ മുറിക്കകത്ത് കയറി. എൻ്റെ ഡ്രസ്സ് മാറി ആ പുതിയ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ എൻ്റെ മുന്നിൽ നിൽക്കുന്ന കണ്ണാടിക്കകത്തോട്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നി, കൊള്ളാമല്ലോ എം എ വരീസിനെ കണ്ടാൽ. ഇത്രയും സ്മാർട്ടാണെന്ന് അതുവരെ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പം എനിക്ക് തോന്നി സ്മാർട്ടാണ്. ആണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞേ, എനിക്ക് തോന്നി എന്നാണ് ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നി. എല്ലാവരും അവരവരെക്കുറിച്ച് തോന്നാറുണ്ട്. എനിക്ക് തോന്നി സ്മാർട്ടാണല്ലോ എന്ന്. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ഇടിമിന്നൽ പോലെ എൻ്റെ അകത്തേക്കൊരു കാഴ്ചപ്പാട്. നിന്നെ ഒരു സുവിശേഷകനാക്കണം, നിനക്ക് എന്നെ സേവിക്കണമെന്ന് പറഞ്ഞ് നടന്ന ആ കാലത്ത് സ്കൂളിൽ നിന്ന് പഠനം നിർത്തി നിന്നെ പുറത്താക്കി നീ പശുവിന് പുല്ല് പറിച്ച് വഴി നടന്ന ആ പ്രായത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വേളകളിൽ ഞാൻ കാണിച്ച ദർശനങ്ങൾ ഇതാണോ? ഞാൻ ആലോചിക്കുക, അല്ല. ഞാനങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ വെള്ള വസ്ത്രമോ ഏറ്റവും ലൈറ്റ് കളർ വസ്ത്രങ്ങളോ ധരിച്ച് നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന കാഴ്ച എൻ്റെ മനസ്കണ്ണുകൊണ്ട് സ്വപ്നങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതാണോ? അല്ല, ഇത് നല്ല ഭയങ്കര കളറുള്ളതാണ്. ഞാൻ എൻ്റെ കണ്ണ് പെട്ടെന്ന് അടച്ചു. അന്ന് കണ്ട ദർശനങ്ങൾ ഒന്നുകൂടെ ഓർത്തു. വീണ്ടും കണ്ണു തുറന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എം എ വരീസിൻ്റെ രൂപം കണ്ടു. ഇത് രണ്ടാന്ന് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഒരു 3-4 മിനിറ്റിൽ കൂടുതൽ ഞാൻ ആ വസ്ത്രം ധരിച്ചിട്ടില്ല. പെട്ടെന്ന് ഊരി എൻ്റെ പഴയ ലുങ്കി എടുത്തുടുത്തു. ജലഹാലിയിൽ നിന്ന് വാങ്ങിച്ചൊരു ലുങ്കിയാണ്. അതെടുത്തുടുത്തു. പുതുതായി വാങ്ങിച്ച വസ്ത്രം ഒരു ഹാങ്ങറിലാക്കി. അതുകൊണ്ട് ഞാൻ വെളിയിലോട്ട് വന്നേച്ചു പറഞ്ഞു, എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഇറങ്ങി വരിക, പോയ കൂട്ടുകാർ, ഞാൻ മാത്രം ലുങ്കിയിൽ. എടുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പെയർ ഡ്രസ്സ് ലേലത്തിന് വിൽക്കാനാണ്. അന്ന് വാങ്ങിച്ച മുഴുവൻ ഡ്രസ്സും പകുതി വിലയ്ക്ക് എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തു. ആ നമ്പർ ചേരുന്നവർക്ക് കൊടുത്തു. ഒരു കണക്കിൽ ലോകപ്രകാരം പോകാതെ എൻ്റെ വിശ്വാസം പ്രായോഗികമാക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ ലൈനിലേക്ക് തിരിച്ചുവിട്ട, ആത്മീയത്തിലേക്ക് തിരിച്ചുവിട്ട എൻ്റെ കർത്താവിനെ ഞാൻ വാഴ്ത്തുകയാണ്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചവരാ. അവരെ അനുഗമിച്ച ആത്മീയ പാറയായ ക്രിസ്തുവിൽ നിന്ന് കുടിച്ചവരാ. പക്ഷെ അവരിൽ ആരും ഇല്ലഞ്ഞ ഒരു പ്രത്യേകത പൗലോസിനുണ്ടായി, ചിലർക്കുണ്ടായി. അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചു. അവർ ദൈവത്തെ അനുസരിച്ചു. ഞാൻ എളുപ്പം അങ്ങ് മാറിക്കോട്ടെ.
തൻ്റെ സക്കരിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള 5 വരെയുള്ള വാക്യങ്ങളിൽ യോശുവ മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. നമ്മുടെ ഹൃദയവും ചിന്തയും സാധാരണ രീതിയിൽ സാധാരണ ജീവിതത്തിന് വേണ്ടി വിട്ടുകൊടുത്താൽ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്നും തെളിവുകൾ സഹിതം തെളിയിക്കാനാവുന്ന നമുക്ക് വിരോധമായി നിൽക്കുന്ന അനേകം തെറ്റുകൾ പിശാച് ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ഒരു കവചം വേണം. തലയ്ക്ക് സാൽവേഷൻ എന്ന തലക്കോരിക വേണം. വെറും ഹെൽമെറ്റ് കൊണ്ട് ഇതാകത്തില്ല. രക്ഷ എന്ന ശിരസ്ത്രമാകയാൽ നമ്മുടെ ചിന്താഗതികൾ മാറും. പുത്തൻ ചിന്താഗതികളിലേക്ക് നമ്മൾ വരും. ഒരിക്കൽ യോശുവ മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ നിന്നു. അവനെ കുറ്റം ചുമത്തുവാൻ സാത്താനിൽ നിന്നു. അതെ, സാത്താൻ കാണിക്കുന്നത് സത്യമത്രേ. യോശുവ മുഷിഞ്ഞ വസ്ത്രം തന്നെയാണ് ധരിച്ചത്. അവനെ അത് തന്നെ കാണിച്ചു കൊടുത്തു. ഞാനങ്ങ് എളുപ്പം നിർത്തിക്കോട്ടെ. കർത്താവ് അരികിൽ നിൽക്കുന്നവരോട് പറഞ്ഞു, ആ മുഷിഞ്ഞ വസ്ത്രം അവനിൽ നിന്ന് മാറുക. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോകുകയാണ്. ഓൾമോസ്റ്റ് കമ്മിങ് ടുവേഴ്സ് ദ എൻഡ്. അവനെ മുഷിഞ്ഞ വസ്ത്രം അവനിൽ നിന്ന് മാറ്റുക. അവനെ ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിക്കാം. യോശുവ പഴയത് മാറ്റാതെ പുതിയതിടാനൊക്കത്തില്ല. പഴയത് മാറ്റാതെ പുതിയതിടാനൊക്കത്തില്ല. ഞാനൊരു 4-5 സ്ലൈഡുകൾ സ്കിപ്പ് ചെയ്യാൻ പോകുകയാണ്, അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. മുഷിഞ്ഞ വസ്ത്രം മാറ്റാതെ പുതിയ വസ്ത്രം ഇടാനൊക്കത്തില്ല. ഏലിയാവും ഏലീശയും ഒരുമിച്ച് നടന്നു. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടക്കുമ്പോഴാണ് ഏലീശയ്ക്കൊരു താല്പര്യമുണ്ട്. ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക് അനുഗ്രഹം വേണം, അഭിഷേകം വേണം. ഏലീശ പറഞ്ഞു, മോനെ, നീ ചോദിച്ചത് എളുപ്പമല്ല. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണുന്നെങ്കിൽ സംഭവിക്കും. അങ്ങനെ പോകുമ്പോൾ അഗ്നിമയമായ രഥങ്ങളും അഗ്നിമത്തമായ അശ്വങ്ങളും വന്ന് ഏലിയാവിനെ കൊണ്ടുപോകുന്നത് ഏലീശ കണ്ടു. അദ്ദേഹം മുകളിലേക്ക് നോക്കി നിന്നു. ആദ്യമേ സ്വന്തം വസ്ത്രം അങ്ങ് കീറി. ആ വാക്യം മറക്കണ്ട. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. 1, ഏലീശ അവൻ പോകുന്നത് കണ്ടു. 2, ഏലീശ സ്വന്തം വസ്ത്രം കീറി. 3, തൻ്റെ വാ കൊണ്ട് പെട്ടെന്ന് വായി വന്നതൊരു വിളി വിളിച്ചു, ഇസ്രയേലിൻ്റെ തേരും തേരാളികളുമായുള്ളവരെ. ഏലിയാവ് സ്വന്തം വസ്ത്രം കീറിയതിനാൽ അദ്ദേഹം നോക്കി നിൽക്കുമ്പോൾ തേണ്ടെ അടുത്ത വസ്ത്രം വരുന്നു.